എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 25 ശ്ലോകം 15, 16, 17, 18, 19, 20, 21, 22, 23 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ വ്രജവാസികളെ രക്ഷിക്കേണ്ടത് കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ ചുമതലയല്ലേ? ഭഗവാന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒട്ടും താമസിച്ചില്ല ആ ഗോവർദ്ധന പർവ്വതത്തെ ആ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് അനായാസമായി ഒരു കൂണ് എങ്ങനെയാ പൊക്കി പിടിക്കുക, അതുപോലെ വളരെ അനായാസമായിട്ട് പൊക്കിപ്പിടിച്ചു. എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും വന്നു നിൽക്കൂ, ആരും പേടിക്കണ്ട, ദാ ഗോവർദ്ധനത്തിന്റെ ചോട്ടില് എല്ലാവരും വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ വ്രജവാസികളും പശുക്കളും എല്ലാവരും, ഇഷ്ടംപോലെ സ്ഥലം, ഭഗവാനല്ലേ, ധാരാളം സ്ഥലം അതിന്റെ ചോട്ടില് അവർക്ക് വളരെ സുഖമായിട്ട് അവര് 7 ദിവസം ഒരു വിശപ്പുമില്ല, ദാഹമില്ല, ഒന്നുമില്ല. അങ്ങനെ അവരവിടെ നിന്നു വളരെ രസമായിട്ട് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിക്കാനും തുടങ്ങിയെന്നാ പറഞ്ഞു. പിന്നെന്താ, അത് കേട്ടുകൊണ്ട് അവരിങ്ങനെ രസമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഉത്സവം ആഘോഷിക്കണ മാതിരി ആ ഗോവർദ്ധനത്തിന്റെ ചോട്ടില് അവര് നിന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ഓം നമോ ഭഗവതേ വാസുദേവായ. അപർത്തു അത്യുൽബണം വർഷം അതിവാദം ശിലാമയം സ്വയാഗേ നിഹതേ സ്മാഭി ഇന്ദ്രോ നാശായ വർഷതി. ഭഗവാന് മനസ്സിലായി. ഭഗവാൻ വിചാരിക്കുകയാണ്, ഇന്ദ്രന്റെ യാഗത്തിന് മുടക്കം വരുത്തിയത് കൊണ്ട് കോപിച്ചിരിക്കണ ഇന്ദ്രൻ നശിപ്പിക്കാനായിക്കൊണ്ട് വർഷിക്കുന്നതാണ്. ഇപ്പൊ വർഷം ഉണ്ടാവേണ്ട കാലമൊന്നും അല്ലല്ലോ. സാധാരണ വർഷം ഇത്ര കഠോരമായിരിക്കൂല. ഈ കൊടുങ്കാറ്റ് എല്ലാ കാലത്തും ഉണ്ടാവൂല. ഇത്രയധികം കൽമാരി അത് സാധാരണ അല്ല. ഇന്ദ്രന്റെ പണി തന്നെയത്. അപ്പൊ മനസ്സിലായി ഭഗവാന് എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്നും ഭഗവാൻ തീരുമാനിച്ചു. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ ലോകേശമാനിനാം മൗഢ്യാൽ ഹരിഷ്യേ ശ്രീമദം തമ. ഭഗവാൻ പ്രതിജ്ഞ ചെയ്യണു, ഇന്ദ്രൻ ചെയ്യുന്ന ഈ വർഷത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടുന്ന പ്രതിവിധി ഞാൻ എന്റെ സ്വന്തമായ സാമർഥ്യം കൊണ്ട് തന്നെ ചെയ്യും. മൂഢത നിമിത്തം തങ്ങൾ തന്നെയാണ് ലോകേശന്മാരെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്ദ്രാദികളുടെ ഐശ്വര്യകർവ് നിമിത്തമുള്ള ഈ കണ്ണ് കാണായ്മയൊക്കെ നിശേഷം ഞാൻ സംഹരിക്കും. മൗഢ്യാൽ ഹരിഷ്യേ ശ്രീമദം തമ. ദിക്പാലന്മാരിൽ ആദ്യനാണ് ഇന്ദ്രൻ അല്ലെ. ആ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിച്ച ബാക്കിയുള്ള മറ്റുള്ള വരുണാദികളായ മറ്റുള്ള ദേവന്മാരുടെയും അഹങ്കാരം ശമിപ്പിച്ച ഫലമായി അഹങ്കാരമുള്ളവരുണ്ട് അതില്. അവരുടെയൊക്കെ അഹങ്കാരം ഒന്നിച്ചു തീരും. ഇന്ദ്രന് പറ്റിയ അബദ്ധങ്ങള് കണ്ടാൽ പിന്നെ അവരുടെ അഹങ്കാരം നശിച്ചോളൂന്ന് ഭഗവാൻ അറിയാം. തങ്ങൾക്കും ഇത് ആരുമില്ലെന്ന് നടിക്കുന്ന ഈ ദുരഹങ്കാരികളെ ഒതുക്കാൻ സർവേശ്വരനായ ഒരാളുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ഈ അറിവില്ലായ്മ. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഭഗവാൻ മനസ്സിലായിട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിനൊക്കെ പുറപ്പെട്ടത്. നഹി സദ്ഭാവയുക്താനാം സുരാണാമീശ വിസ്മയ മത്തോ സദാ മാനഭംഗ പ്രശമായോപകൽപ്പതേ. നല്ല വിചാരമുള്ള ദേവന്മാർക്ക് തങ്ങള് ലോകേശന്മാരാണെന്നുള്ള അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ അവര് അസത്തുക്കളാണ്. അപ്പൊ അവരുടെ ദുരഹങ്കാരം ഞാൻ നശിപ്പിക്കും. അപ്പൊ അഹങ്കാരം നശിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ശിക്ഷ അവർക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കും. തസ്മാൽ മച്ഛരണം ഗോഷ്ഠം മന്നാഥം മൽപരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിത. ഇന്ദ്രന്റെ അഹങ്കാരം നശിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഗോകുലത്തെ രക്ഷിക്കും. ഗോകുലവാസികളെല്ലാം ഇപ്പൊ എന്നെ ശരണം പ്രാപിച്ചിരിക്കണു. ഞാൻ അവരുടെ രക്ഷകനാണ്. ഭക്തരായിട്ടുള്ള അവരെ എന്റെ സ്വന്തമായിട്ട് ഞാൻ കരുതിയിരിക്കണു. ഗോകുലത്തിന് വരണ ആപത്തുകൾ തീർത്ത് രക്ഷിക്കേണ്ടത് എന്റെ വ്രതമാണ്, എന്റെ കടമയല്ലേ. അതുകൊണ്ട് ഈ ഗോകുലത്തെ, ഈ ജീവസമൂഹത്തെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അതാ ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിക്കണു.
ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണ ഛത്രാകമിവ ബാലക. അങ്ങനെ ആത്മഗതം ചെയ്തിട്ട് ഭഗവാൻ ഒരു പ്രയാസം കൂടാതെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഇടത്തെ കൈകൊണ്ട് ഒരു കൊച്ചുകുട്ടി കൂണ് പറിച്ച് കയ്യിൽ പിടിക്കുന്നത് പോലെ അങ്ങോട്ട് പൊക്കി പിടിച്ചു. ഇടത്തെ കൈ കൊണ്ടാ. അപ്പൊ എന്താ വല്ല വിഷമമുണ്ടോ? അത്രയും എളുപ്പമാണെന്ന്, വളരെ ഈസി. അതാണ് എന്റെ അർത്ഥം. അഥാഹ ഭഗവാൻ ഗോപാൻ ഹേ അംബ താത വ്രജൗകസ യഥോപജോഷം വിശദ ഗിരികർത്തം സഗോധന. അവരോട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ അമ്മേ, ഹേ അച്ഛ, ഹേ വ്രജവാസികളെ, നിങ്ങള് എല്ലാവരും ആ പശുക്കളോടുകൂടി ഈ ഗുഹയിലെ സുഖമായിട്ട് പ്രവേശിച്ചോളൂ. എല്ലാവരും 1 യോജന വിസ്താരവും 2 യോജന നീളവുമുള്ള വ്രജത്തിൽ വസിച്ച ആളുകള് ഇത്ര മുഴുവൻ ഈ ഗുഹയിലേക്ക് അവർക്ക് എങ്ങനെ പറ്റുക? ആരാ? അഖില ബ്രഹ്മാണ്ടങ്ങളും തന്റെ കുക്ഷിയിൽ അടക്കിയിരിക്കുന്ന മായാധിനാഥനും ഗോവർദ്ധന പർവ്വതം പറിച്ചെടുത്ത കുഴിയില് ഈ ഗോകുലവാസികളെ ഒരുക്കണത് വല്ല പ്രയാസമുണ്ടോ? ആ ഗുഹയിലേക്ക് അവരെ ഇത്രയും വിസ്താരമുള്ളത് അങ്ങോട്ട് ആക്കി ഭഗവാൻ. എന്തും ചെയ്യാൻ ശക്തനായ ഭഗവാന് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഈ ഗുഹ ആ വ്രജവാസികൾക്ക് വസിക്കാൻ അത്രയും വിസ്താരമുള്ളതായിട്ട് അങ്ങോട്ട് തീർന്നു. നല്ല സുഖം അവർക്ക്. വ്രജത്തിൽ താമസിക്കുന്നേക്കാളും സുഖമായിട്ട് എല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്തല്ലേ. സന്തോഷായി എല്ലാവർക്കും. നത്രാസൈ ഇഹവക്കാര്യോ മധ്യസ്ഥാദ്രിനിവാദനേ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹിവ. ഈ ഗുഹയിൽ വസിക്കുമ്പോ ഞാൻ ഈ കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന പർവ്വതം നിങ്ങളുടെ മീതെ വീഴുമോ എന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഒട്ടും വേണ്ട. ഇനി കാറ്റോ മഴയോ ഒന്നും ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കില്ല. ഒട്ടും പേടിക്കണ്ട. ഞാനിതാ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട. ഈ പർവ്വതം നിങ്ങളുടെ തലയ്ക്ക് വീഴുമെന്നൊന്നും പേടിക്കണ്ട. എല്ലാവരും സുഖമായിട്ട് നിന്നോളും. അവർക്ക് കൃഷ്ണനെ പറ്റിയിട്ട് നല്ലോണം അറിയാം. എന്തും എത്ര അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അതുകൊണ്ട് അവർക്ക് ഭയമൊന്നും ഉണ്ടായില്ല. തഥാ നിർവിവിശുർഗ ഗർത്തം കൃഷ്ണാശ്വാസിതമാനസാ യഥാവകാശം സധന സവ്രജ സോപജീവിന. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ടപ്പോ ഗോപന്മാരുടെ മനസ്സിൽ വളരെ ആശ്വാസം. പശുക്കളെയും എല്ലാ മറ്റു ഉപകരണങ്ങളും അവരുടെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഭൃത്യന്മാര്, പുരോഹിതന്മാര് മുതലായിട്ടുള്ള എല്ലാവരും കൂടി ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു. അവർക്ക് ഒട്ടും തിരക്ക് കൂടാതെ ഇരിക്കാനുള്ള വിസ്താരം അതിനുള്ളിലുണ്ടായിരുന്നു. അവര് സംശയിച്ചിട്ടാ കയറിയത്. പക്ഷെ എന്താ, ആഹാ എന്തൊരു സുഖം! വലിയ ഹോള്, എല്ലാ സൗകര്യങ്ങളും, നല്ല സുഖം. ക്ഷുത്രിവ്യഥാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭി വീക്ഷ്യമാണോ ദധാവദ്രിം സപ്താഹം നാചലൽപദാൽ. വ്രജവാസികൾക്ക് വിശപ്പോ ദാഹോ ഉറക്കോ ഒന്നും വേണ്ട. അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഭഗവാൻ നിന്ന സ്ഥാനത്ത് നിന്നിങ്ങനെ ഇളകാതെ 7 ദിവസം ഒരേ നിലയ്ക്ക് പർവ്വതത്തെ തിരിച്ചു നിന്നു. ഭഗവാൻ ഇങ്ങനെ ഇടത്തെ കയ്യിലെ ചെറുവിരലുകൾ കൊണ്ട് ഗോവർദ്ധന പൊക്കും. അങ്ങനെ ഗോവർദ്ധനത്തെ പിടിച്ചു നിൽക്കണു. ഇവർക്കാണെങ്കിൽ അവരതിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിക്കട്ടെ. ഈ കുഞ്ഞു ഉണ്ണി 7 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്രയുള്ള ഈ കൃഷ്ണൻ എന്തൊക്കെ അത്ഭുതങ്ങൾ ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്നു. എന്നാലും ഇത് കുറച്ചും കൂടി വല്ലാത്തൊരു അത്ഭുതം അല്ലെ. കൊച്ചുകുട്ടി വലിയ പർവ്വതം കൊച്ചു വിരലുകൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചു നിൽക്കണം. നിങ്ങൾ പേടിക്കണ്ടെന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അവർക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു അത്ഭുതം തന്നെയാണ്. അവരിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അവർക്ക് 7 ദിവസമാണ് അവർ കടന്നുപോയത്. അവരറിഞ്ഞില്ല. വിശപ്പില്ല, ദാഹമില്ല, ഉറക്കം കൂടി ഇല്ല. അങ്ങനെ ഭഗവാനെ തന്നെ നോക്കി നിൽക്കുക പശുക്കളും ഇവരെല്ലാവരും. എന്താല്ലേ, ഭഗവാൻ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വേണു ഊതി എന്നും പറയുന്നുണ്ട്. അതിലിങ്ങനെ ലയിച്ച് എല്ലാവരും രസമായിട്ട് ഇങ്ങനെ അവിടെ നിന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.